ഗുണഭോക്താക്കളുടെ ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സഹായം പണമായി എത്തുന്നതിന് പിന്നാലെ APL BPL വ്യത്യാസമില്ലാതെ കേന്ദ്രത്തിന്റെ ഭക്ഷ്യധാന്യ വിതരണവും ആരംഭിക്കുന്നു. കേന്ദ്രവിഹിതം 2000 വീതം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരൊറ്റ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പ്രധാനമന്ത്രിയാണ് ഇതിന്റെ വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുക. അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ധനസഹായം ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. ഇതോടൊപ്പം തന്നെ PM കിസാൻ സമ്മാൻ നിധി അംഗങ്ങൾക്ക് മറ്റ് ചില സന്തോഷ വാർത്തകൾ കൂടി ഈ സമയത്ത് എത്തിയിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലും ഈ സമയത്ത് അറിയിപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും കേന്ദ്ര സഹായത്തിൽ വർധന പ്രഖ്യാപിച്ചിരുന്നില്ല. എന്നാൽ ഫെബ്രുവരി മാസം 1-ാം തീയതി അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വർധനം ഉണ്ടാകുമെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് വിവിധ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. പുതിയതായി ഭൂമി വാങ്ങിയ കർഷകർക്കുൾപ്പെടെ ആനുകൂല്യം ലഭ്യമാക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് വരാൻ പോകുന്ന ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധി കർഷകർക്ക് 8,000 മുതൽ 10,000 രൂപ വരെ ഉയർത്തിയേക്കുമെന്നുള്ള സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. 2018-19 കാലയളവിൽ ഭൂമി വാങ്ങിയിട്ടുള്ള കർഷകർക്ക് വരെയാണ് നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഭൂമി വാങ്ങിയിട്ടുള്ളവർക്കും ഈ ആനുകൂല്യത്തിലേക്ക് അപേക്ഷിക്കാനുള്ള ഒരു സാധ്യത കേന്ദ്ര സർക്കാർ തുറന്നുകൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അതൊരു വലിയ സഹായമായി തീരും. ഇതോടൊപ്പം തന്നെ കിസാൻ പദ്ധതി കർഷകർക്ക് 3 ലക്ഷം രൂപ വരെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി വഴി തുക ലഭിക്കും. ഇതിൽ 2 ലക്ഷം രൂപ വരെ ഈടില്ലാതെയും വായ്പ ലഭിക്കും. കിസാൻ സമ്മാൻ നിധി യോജനയുടെ 19-ാം ഗഡു വിതരണം ആരംഭിക്കുമ്പോൾ കേരളത്തിലെ 25 ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ആനുകൂല്യം എത്തിച്ചേരുക. ഇതോടൊപ്പം തന്നെ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ഒരാൾക്ക് ഒരു തവണ 20 കിലോഗ്രാം വീതം അരി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അരിക്ക് പുറമെ ആട്ട, കടല, കടലപ്പരിപ്പ്, ചെറുപയർ പരിപ്പ്, ചുവന്ന പരിപ്പ് എന്നിവയും ഫെബ്രുവരി മാസം മുതൽ വിൽപ്പനയ്ക്കെത്തിക്കും. ചെറുവാഹനങ്ങളിൽ പ്രധാന കേന്ദ്രങ്ങളിൽ എത്തിച്ചാവും വിൽപ്പന. കേന്ദ്ര ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ, കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള നാഫെഡ് എന്നീ സഹകരണ സ്ഥാപനങ്ങൾ വഴിയും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സഹകരണ സൊസൈറ്റിയുടെ കീഴിലുള്ള കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ വഴിയുമാണ് ഭക്ഷ്യധാന്യം എത്തിച്ചേരുക. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഭാരതരിയുടെ 2-ാം ഘട്ട വിൽപ്പന കേരളത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കുമെന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 340 രൂപ വിലയിൽ 10 കിലോഗ്രാമിന്റെ പാക്കറ്റുകളിലായാണ് വിൽപ്പനയ്ക്ക് ജില്ലകളിൽ എത്തിക്കുക. റേഷൻ കാർഡ് ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും വാങ്ങാവുന്നതാണ്. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.